നമ്മൾ ചിന്തയ്ക്ക് എടുക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ജോൺ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 2. അല്ലെ, യോഹന്നാൻ 2:2. And Jesus and his disciples were also invited to the celebration. ഹല്ലേലൂയ. യേശുവിനെയും തൻ്റെ ശിഷ്യന്മാരെയും ഹല്ലേലൂയ ആ ഉത്സവിച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പം അവര് ആ വീട്ടുകാര് എന്തോ ഏതെങ്കിലും ഒരു ബന്ധുക്കാരായിരുന്നായിരിക്കാം. ബിക്കോസ് അവിടെ വചനം പറയുന്നുണ്ട് യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന മാത്രമല്ല, ആ വീട്ടിനകത്ത് നടന്ന ഉള്ളറയ്ക്കകത്തുള്ള രഹസ്യം പോലും യേശുവിൻ്റെ അമ്മയ്ക്ക് അറിയാൻ പറ്റി. എന്നുവെച്ചാൽ അവരുടെ വീഞ്ഞ് തീർന്നു പോയി എന്നുള്ള കാര്യം ഗസ്റ്റുകൾക്കറിയത്തില്ല, പക്ഷേ ഉള്ളറകൾക്കകത്ത് നിന്ന് ആർക്കോ അറിയാമായിരുന്നു. അപ്പൊ ആ വീട്ടിനകത്തെ എന്തോ അടുക്കളയില് അവരുടെ അറകൾക്കകത്ത് കയറി ചെല്ലുന്ന ഒരു ബന്ധമായിരുന്നു യേശുവിൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യേശു അവിടെ വന്നപ്പം, യേശു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവിടെ വന്നപ്പം യേശുവിൻ്റെ അടുക്കളയിലേക്ക് ചെന്നിട്ട് അമ്മ മരിയ പറയുക, ഇവർക്ക് വീഞ്ഞില്ല, അവർക്കൊരു പ്രതിസന്ധി ഉണ്ട്. അപ്പം യേശു ഒരു വീട്ടിൽ വന്നാൽ ഈ വീട്ടുകാരൊരു ബുദ്ധിയുള്ളൊരു കാര്യം ചെയ്തു. അവർക്കറിയില്ല യേശു ആരാണെന്ന്, പക്ഷെ അവരൊരു ബുദ്ധിയുള്ളൊരു കാര്യം ചെയ്തു. അവർ യേശുവിനെ ക്ഷണിച്ചു. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഒന്നും അവിടെ തുടങ്ങിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം രേഖപ്പെടുത്തുമ്പം നമ്മൾ ബൈബിളൊക്കെ നമുക്കറിയാൻ സാധിക്കും, യേശു ചെയ്ത ആദ്യത്തെ ഒരു അത്ഭുതമായിരുന്നു കാനാവിലെ കല്യാണ വീട്ടിൽ നടന്ന അത്ഭുതം. പക്ഷെ നമുക്കൊരു വേറൊരു ലെൻസിൽ കൂടി ഇതിനെ ഒന്ന് നോക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ജീവിതത്തിനകത്തൂടെ നോക്കാം. ഹല്ലേലൂയ. യേശുവിനെ ക്ഷണിക്കാതെ യേശു വരത്തില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് യേശുവിനെ ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. യേശുവും അവിടെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിരുന്നു. ഹല്ലേലൂയ. ഹി വാസ് ഇൻവൈറ്റഡ് എന്ന 2:2 പറയുന്നത്. യേശുവും വായിച്ച് യോഹന്നാൻ 2:2 മലയാളത്തിൽ ഒന്ന് കേൾക്കാം. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായിരുന്നു. ദേ വർ ഇൻവൈറ്റഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തും യേശുവിനെ നമ്മൾ ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കർത്താവിനെല്ലാം അറിയാം, ശരിയാ. പക്ഷെ നമ്മൾ റെഡിയാണോ? കർത്താവേ, ഞാൻ എൻ്റെ സ്കൂളിലേക്ക് അങ്ങേ വിളിക്കുന്നു, ഞാൻ എൻ്റെ ജോലിയിലേക്ക് അങ്ങേ വിളിക്കുന്നു, എൻ്റെ കുടുംബത്തിനകത്തേക്ക് ഞാൻ അങ്ങേ ക്ഷണിക്കുന്നു, എൻ്റെ കുഞ്ഞിൻ്റെ ലൈഫിനകത്തേക്ക് ഞാൻ കർത്താവെ അങ്ങേ ക്ഷണിക്കുന്നു. ഞാൻ എൻ്റെ ഭാവിക്കകത്തേക്ക് യേശു വന്ന് ഇടിച്ചു തള്ളി കയറുന്നവനല്ല. പിശാച് മാത്രമേ ഇടിച്ചു തള്ളി കയറത്തുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ ദൈവമോ, ഹി വെയിറ്റ്സ്. ഹല്ലേലൂയ. യേശു വെയിറ്റ് ചെയ്യുന്നവനാ. ഹല്ലേലൂയ. അപ്പൊ ഈ കുടുംബത്തിനകത്തേക്ക് ഇവർ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. യേശു ഒരു വീട്ടിനകത്ത് വന്നാൽ, വീണ്ടും നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, നമ്മൾ ക്രിസ്തു ക്ഷണിച്ചത് കൊണ്ട് ഹല്ലേലൂയ യേശുവിന് ആ വീട്ടിനകത്ത് നടന്ന കാര്യങ്ങൾ അറിയാനിടയായി. യേശുവിന് അവിടെ പ്രവർത്തിക്കാൻ സാധിച്ചു. യേശുവിനെ നമ്മളുടെ ജീവിതത്തിനകത്തേക്കും ജീവിതത്തിന്റെ പല മേഖലക്കകത്തേക്കും പല ഏരിയാസിനകത്തേക്ക് നമ്മൾ ക്ഷണിച്ച് കർത്താവെ ഇന്നതാ എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ക്ഷണിക്കുക മാത്രമല്ല, ആ വീട്ടിനകത്തെ വിഷയം എന്താണെന്ന് യേശുവിനെ ബോധിപ്പിച്ചു. യേശുവിനോട് പറഞ്ഞു അവിടെ അവർക്ക് വീഞ്ഞില്ല. അപ്പൊ യേശുവിനോട് ഇത് പറയണമെന്നുണ്ടെങ്കിൽ യേശുവിന് കഴിവുണ്ട് എന്നറിയാം. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന് ഇതിനെ പരിഹരിക്കാൻ, ഇതിനെ നേരെയാക്കാൻ കഴിവുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്, ഹല്ലേലൂയ, ഈ വീട്ടിൽ ഇവർക്ക് വീഞ്ഞു വറ്റിപ്പോയി. സ്തോത്രം. അപ്പം മനുഷ്യതലത്തിലല്ല യേശുവിനെ കണ്ടത്, യേശുവിനെ വേറൊരു തലത്തിലാണ് കണ്ടത്. എന്ന് വെച്ചാൽ യേശുവിന്റെ ഭൂമിയിലുള്ള ജോലി ഒരു തച്ചന്റെ ജോലിയായിരുന്നു. തച്ചന്റെ മകനായിട്ട് വളർന്നു. തച്ചുപണിയെല്ലാം, കാർപ്പൻട്രി ജോലിയെല്ലാം പഠിച്ച ആളായിരുന്നു. സ്തോത്രം. അപ്പൊ യേശുവിനോട് ചെന്നിട്ട് ഈ വീട്ടിലെ കസേര ഒടിഞ്ഞു, മേശ ഒടിഞ്ഞു എന്നല്ല പറയുന്നേ. ഇവരുടെ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, വർഷങ്ങൾക്ക് മുമ്പ്
ഈ കുഞ്ഞിന്റെ കല്യാണത്തിന് വേണ്ടി അവർ ഒരുക്കി വെച്ച് വീഞ്ഞ് തീർന്നു പോയെന്ന്. സ്തോത്രം. ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ച സാധനമല്ല. ആ വീഞ്ഞ് തീർന്നു പോയാൽ സൂപ്പർ മാർക്കറ്റിലോട്ട് ഓടിച്ചെന്ന് നമുക്ക് അടുത്ത ഒരു ബോട്ടിലോ അല്ലെങ്കിൽ ഭരണി മേടിച്ചോണ്ട് വരാമെന്നല്ല. കാലങ്ങൾ അത് ആ വീഞ്ഞിനെ ആ മുന്തിരിയെ അതിന്റെ വേണ്ട സത്തിനകത്തൊക്കെ ഇട്ട് ഫെർമെന്റ് ചെയ്തെടുത്ത് അതിനെ സൂക്ഷിച്ച് കുപ്പികൾക്കകത്തോ ജാറുകൾക്കകത്തോ ഭരണികൾക്കകത്തോ ആക്കി അതിന്റെ വായൊക്കെ മൂടി കെട്ടിവെച്ച് ഈ കുഞ്ഞിന്റെ കല്യാണത്തിന്റെ അന്ന് അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസം വർഷങ്ങളായിട്ട് ഫെർമെന്റ് ചെയ്തിരുന്ന് വീര്യം കൂട്ടിയ ഒരു സാധനമാ യേശുവിനോട് ചെന്നവർ പറയുന്നത് വീഞ്ഞു തീർന്നു പോയെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇന്നലകളില് ഒരുക്കി വെച്ച ഒരു സംഭവം തീർന്നു പോയെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാരുടെ വിവാഹത്തിന് വീഞ്ഞു തീർന്നു പോയാൽ അവരുടെ പിന്നെ നാട്ടിലൊക്കെ ഓരോരുത്തർ കല്യാണത്തിൽ ലക്ഷണം നോക്കത്തില്ലേ? അതേപോലെ വീഞ്ഞു തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബ ജീവിതത്തിനകത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. ആ കുടുംബജീവിതം സന്തോഷമില്ലാതായിരിക്കും എന്നൊക്കെ അവര് ലക്ഷണങ്ങൾ നോക്കിയേക്കാം. ഹല്ലേലൂയ. അപ്പം നാളുകൾക്ക് മുമ്പ് ഇട്ടുവെച്ചിരുന്ന മുന്തിരിച്ചാറ് തീർന്നു പോയെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. യേശുവിന് അത് പരിഹരിക്കാൻ കഴിവുണ്ട്. ഇന്നലകൾക്കകത്തേക്ക് ചെന്നിട്ട് ഹല്ലേലൂയ ഇന്ന് ശൂന്യതയ്ക്കകത്തുനിന്ന് ചിലതിനെയൊക്കെ വിളിച്ചു പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ളവനാ ഇവനെന്ന് മനസ്സിലായിക്കൊണ്ട ഹല്ലേലൂയ ചെന്ന് യേശു കർത്താവിനോട് പറയുന്നത്, യേശുവേ വീഞ്ഞു തീർന്നു പോയി. സ്തോത്രം. എൻ്റെ ദൈവം, എൻ്റെ യേശു ഒരു കുടുംബത്തിനകത്ത് വന്നാൽ, ഒരാളുടെ ജീവിതത്തിനകത്ത് ക്ഷണിക്കപ്പെട്ട് വന്നാൽ, ഇന്നലകളിൽ നടന്ന് വേരെവിടാണെന്ന് പോലും അറിയാൻ മേലാത്ത മേഖലകളെ നേരെയാക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം ഇത് വെറും ഒരു കഥയല്ല, ആരുടെയോ മനസ്സിനകത്ത് അല്ലെങ്കിൽ യോഹന്നാന്റെ മനസ്സിനകത്ത് തോന്നിയിട്ട് എഴുതി വെച്ചതല്ല, സംഭവമാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എൻ്റെ യേശു അവരുടെ വീട്ടിനകത്തെ ശൂന്യത പരിഹരിച്ചു. യേശു ഒരു കുടുംബത്തിൽ വരുമ്പോ യേശു കുടുംബത്തിന്റെ ശൂന്യതകളെ പരിഹരിക്കും. സ്തോത്രം. എവിടാണോ എംപ്റ്റിനെസ് അനുഭവിക്കുന്നത്, എവിടാണോ അയ്യോ ഞാൻ ആ മേഖലയിലോട്ട് നോക്കിയാൽ മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ കേടുണ്ടാവും, അവരെന്റെ കുറവുകൾ അറിയും, ആ മേഖലകളാ കർത്താവ് നേരെയാക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ആരുടെ മുമ്പില് നമ്മുടെ നാണക്കേടുകളെയോ നമ്മുടെ ലജ്ജിക്കുന്ന മേഖലകളെയോ ഉയർത്തിപ്പിടിച്ചിട്ട് ദേ കണ്ടോ ഇവരുടെ രീതി ഇങ്ങനെ എന്ന് പറഞ്ഞ് മൂക്കത്ത് വിരൽ വെക്കാൻ അനുവദിക്കാത്ത സ്വർഗത്തിനെയാ നാം സേവിക്കുന്നത്. അങ്ങനെ അനുവദിക്കാത്ത ഒരു യേശു കർത്താവിനെയാ നാം സേവിക്കുന്നത്. യേശുവിന് പറയാമായിരുന്നല്ലേ, അവരതിനകത്തൂടെ കടന്നു പോകട്ടെ, അവരെ അനുഭവിക്കട്ടെ. വീഞ്ഞു കോരി ഒഴിക്കുമ്പം വീഞ്ഞില്ലാതെ ആൾക്കാർ കാണിട്ട്, ഇവർക്ക് വീഞ്ഞില്ല എന്ന് കാണിട്ട്, എന്നിട്ട് അവിടെ അത്ഭുതം ചെയ്യാം, അപ്പം ദൈവം ജീവനോടെ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. നോ, യേശു അങ്ങനെ ചെയ്തില്ല. യേശു ചെയ്യുന്നത് ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ ഒരു ലജ്ജാപാത്രമാക്കി തീർക്കാതെ ഹല്ലേലൂയ നമ്മളുടെ നാണക്കേടുകളെ പരിഹരിക്കുന്ന സ്വർഗമാ ഹല്ലേലൂയ നമ്മളുടെ കൂടെ നിൽക്കുന്നത്. സ്തോത്രം. ഇന്ന് വിളിച്ചു എൻ്റെ കുറവുകളെ മറച്ചു പിടിക്കുന്ന ഒരു സ്വർഗത്തിനെയാ ഞാൻ സേവിക്കുന്നത്. എൻ്റെ കുറവുകളെ മറച്ചു പിടിക്കുന്ന യേശു കർത്താവിനെയാ ഞാൻ സേവിക്കുന്നത്. അല്ലയോ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നോക്കിക്കേ, നമ്മുടെ എത്രയോ ലജ്ജിക്കുന്ന മേഖലകള് കർത്താവ് മറച്ചു പിടിച്ചിട്ടുണ്ടല്ലേ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പോൾ അവര് നന്മ മാത്രമേ കാണത്തുള്ളൂ, അവരെ അനുഗ്രഹം മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളുടെ ശൂന്യതകളോ നമ്മുടെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങളോ ഒന്നും ആരും അറിയത്തില്ല. അത്ര ഭംഗിയായിട്ടാണ് നമ്മളെ കർത്താവ് സൂക്ഷിക്കുന്നത്. ഈ വീട്ടിനകത്ത് വന്നപ്പോ ഹല്ലേലൂയ ഒരു ഗസ്റ്റിന് പോലും ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിക്ക് പോലും അറിഞ്ഞില്ല. ആ ഭാഗങ്ങൾ തീരുമ്പം വരെ നമ്മൾ കാണുന്നു, ഒരു വ്യക്തി പോലും അറിഞ്ഞില്ല ആ വീട്ടിനകത്ത് വീഞ്ഞു വറ്റിപ്പോയെന്ന്. ഹല്ലേലൂയ. അവരുടെ ലജ്ജിക്കുന്ന വിഷയം, അവരുടെ വീഞ്ഞു തീർന്നു പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവർ അറിഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ ഇവര് കരുതാത്ത ആൾക്കാരായിരുന്നു.
ആൾക്കാരായിരുന്നെന്ന്. അവര് പറഞ്ഞേനെ, അയ്യോ വീട് പണിയാൻ ഇറങ്ങിയിട്ട് പൈസ മാറ്റി വെക്കാഞ്ഞവരായിരുന്നെന്ന് പറഞ്ഞേനെ. പെണ്ണിന്റെ കല്യാണം നടത്താൻ ഇറങ്ങിയിട്ട് ഒന്നും മാറ്റി വെക്കാഞ്ഞവരാ, ഇവർ ഇത്ര പിശുക്കരോ എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കിയേനെ. പക്ഷെ കണ്ടോ യേശു ചെയ്തത്? ചെവി ആ വിഷയത്തിനെ കർത്താവ് കൈകാര്യം ചെയ്തു. ഇനി നമ്മുടെ ലൈഫിനകത്തൊക്കെ വന്നാൽ യേശു ഇതാ ചെയ്യുന്നേ. യേശു കുടുംബ സമാധാനം തരും. ആ കുടുംബത്തിൽ സമാധാനം കൊടുത്തു യേശു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, അവിടെ മറ്റുള്ളവരൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇന്നത്തെ കാലത്തൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നോക്കിയാൽ അതേപോലെ അവരുടെ കുടുംബങ്ങളും ഭാര്യയും കൂടെ അല്ലേ, ആ പെണ്ണിന്റെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ ചെറുക്കന്റെ അപ്പനും അമ്മയും അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയേനെ. അവര് പറഞ്ഞേനെ, അല്ലെങ്കിലും നിങ്ങളെ ഒരു കാര്യം ഏൽപ്പിക്കാൻ കൊള്ളത്തില്ലെന്ന് എനിക്കറിയാമെന്ന് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞേനെ അല്ലേ. ആ ചെറുക്കന്റെ അമ്മ അപ്പനോട് പറഞ്ഞേനെ, അല്ലേലും അറിയാം നിങ്ങളെ ഒന്നും ഏൽപ്പിക്കാൻ കൊള്ളത്തില്ലെന്നറിയാം. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞേനെ, അല്ലെങ്കിൽ അപ്പൻ അമ്മയോട് പറഞ്ഞേനെ, അല്ലെങ്കിൽ അപ്പൻ അമ്മയോട് പറഞ്ഞേനെ, അല്ലേലും അതേടി എനിക്കറിയാം നിന്റെയൊക്കെ മക്കളുടെ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാൽ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞേനെ അല്ലേ. ഓരോ കുടുംബങ്ങൾക്കകത്ത് നടക്കുന്ന വർത്തമാനങ്ങൾ അവരുടെ വീട്ടിനകത്തും വീണേനെ. പക്ഷെ ദൈവം യേശു അതൊന്നും അവിടെ സംസാരിപ്പിക്കുവാൻ ഇടയായില്ല. എന്താണെന്നറിയോ? അവര് ക്ഷണിച്ചു, അവര് യേശുവിനെ ക്ഷണിച്ചു. ഹല്ലേലൂയ. യേശു കർത്താവിനെ ജീവിതങ്ങൾക്കകത്തേക്ക് ക്ഷണിച്ചാൽ നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിനും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വിടുന്നതാണോ, വീട് പണിയുന്നതാണോ, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെയും വീട്ടിനകത്തെ ജോലിയാണോ, യേശുവിനെ ഒന്ന് ചെയ്തേ, സുവിശേഷം പറയാൻ പോകുന്നതാണോ, യേശുവിനെ ക്ഷണിക്ക്. ആരാധനയ്ക്ക് സഭയിലോട്ട് കടന്നു പോവാണോ, യേശുവിനെ ക്ഷണിക്ക്. ഹല്ലേലൂയ. ഒന്ന് ഉടുപ്പ് തയ്ക്കാൻ പോകുവാണോ, യേശുവിനെ ക്ഷണിക്ക്. ഹല്ലേലൂയ. സൂപ്പർ മാർക്കറ്റിൽ പോവാണോ, യേശുവിനെ ക്ഷണിക്ക്. നമ്മൾ പോകുന്ന വഴികളിൽ യേശു അത്ഭുതം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ പലയിടത്തും പോയി സാധനങ്ങളൊക്കെ മേടിക്കാൻ ചെല്ലുന്നിടത്ത് യേശുവിനെ ഒന്ന് കൂടെ ക്ഷണിച്ചുകൊണ്ടൊന്ന് ഷോപ്പിങ്ങിനൊന്ന് പോയിക്ക്. വേഗത്തിൽ ഷോപ്പിങ്ങും തീർന്ന് ട്രാഫിക്കിനകത്തൊന്നും പെട്ടുകിടക്കാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വന്ന് ക്ഷീണമൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇന്ന് പല ആൾക്കാരും എന്താ ചെയ്യുന്നേ? യേശുവിനെ അറിഞ്ഞവര് പോലും ഇറങ്ങുന്നതിന് മുമ്പേ പിറുപിറുക്കും. ഹല്ലേലൂയ. സാധനങ്ങൾ തപ്പുന്നതിന്റെ ഇടയിൽ പിറുപിറുക്കും. സാധനങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുറ്റം പറയും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് അതിലും കുറ്റം പറയുന്നിട്ട് ഇതെല്ലാം എടുത്ത് വെക്കണമല്ലോ എന്ന് പറയും. പിന്നെ എങ്ങനെയാ ക്ഷീണം ഓടിക്കുന്നത്? പിന്നെ എങ്ങനെയാ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുന്നത്? ഇവര് ചെയ്തത് യേശുവിനെ ക്ഷണിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, യേശുവിനെ ക്ഷണിച്ചു. യേശുവിനെ ക്ഷണിച്ച് യേശു അവിടെ അത്ഭുതം ചെയ്യുന്ന നോക്ക്. നമ്മൾ എങ്ങും അവിടെ വായിക്കുന്നില്ല യേശു വെള്ളത്തിനെ തൊട്ടു, യേശു വെള്ളം കോരി വേറെ ഒരിടത്തോട്ട് ഒഴിച്ചു, ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത്. അപ്പൊ ഒന്ന്, യേശുവിനെ ക്ഷണിച്ചു. രണ്ട്, ആ വേലക്കാര് എന്താ ചെയ്തത്? അവരാ കൽഭരണിയൊക്കെ അകത്ത് കൊണ്ടുവന്ന് വെച്ച്, ഹല്ലേലൂയ, അവരെ യേശു കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളം നിറച്ചു. എന്നിട്ട് യേശു അവരുടെ, എന്നിട്ട് എങ്ങും നമ്മൾ വായിക്കുന്നില്ല യേശു അതിൽ തൊട്ടു പ്രാർത്ഥിച്ചു. യേശു അതിനെ രുചിച്ചു നോക്കി. യേശു അത് ചെയ്തു, ഇത് ചെയ്തു, ഒന്നും ചെയ്തില്ല. യേശു പറഞ്ഞു, വിളമ്പാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇവരൊന്നും ചോദിച്ചില്ല. എന്നിട്ട് ഈ ആൾക്കാർ കണ്ടോ, വചനം അവിടെ എഴുതി വെച്ചിരിക്കുന്നേ, അതിന്റെ 8-ാം വാക്യം എഴുതി വെച്ചിരിക്കുന്നേ, സോ ദ സെർവൻസ് ഫോളോഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. 8-ാം വാക്യം ഒന്ന് വായിച്ചു. ഇപ്പോൾ കോരി കലവറക്കാരനെ കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവര് കൊണ്ടുപോയി കൊടുത്തു. അവരനുസരിച്ചു. ഹല്ലേലൂയ. വചനം ഇവിടെ കിടക്കുന്ന, സോ ദ സെർവൻസ് ഫോളോഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ്. യേശു പറഞ്ഞത് അവര് അനുസരിച്ചു. അവരവിടെ നിന്നിട്ട് ചോദിച്ചില്ല, പക്ഷേ കർത്താവേ, ഇത് വെള്ളമല്ലേ, ഈ വെള്ളം ഞങ്ങൾ എന്തിനാ ഈ വെള്ളം കൊണ്ട് കൊടുക്കുന്നത്? നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ ചോദിച്ചേനെ അല്ലേ. നമ്മളൊക്കെ അവിടെ നിന്നിട്ട് ചോദിച്ചേനല്ല, കർത്താവേ ഒരു മിനിറ്റ് കേട്ടോ, ഇത് വെള്ളമായത്, ഈ വെള്ളം കൊണ്ട് കൊടുക്കാനാണോ പറയുന്നേ? അവരവിടെ ചോദിച്ചില്ല. അവരെന്താ ചെയ്തത്? അവര് കൊണ്ടെന്ന് വിളമ്പിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. അവര് ആ മാസ്റ്റർ ഓഫ് സെറമണീസ് അതിന്റെ 9-ാം വാക്യം വരുന്ന, കലവറക്കാരൻ രുചിച്ചു നോക്കിയപ്പം, ഹല്ലേലൂയ, വചനം എഴുതി വെച്ചിരിക്കുന്നു, ടേസ്റ്റഡ് ദ വാട്ടർ ദാറ്റ് വാസ് നൗ വൈൻ. വെള്ളം വീഞ്ഞായ ആ വീഞ്ഞിനെ രുചിച്ചു നോക്കിയെന്ന്. 50 വർഷം എനിക്ക് പരിചയമുണ്ട് കലവറകൾക്കകത്തൊക്കെ നിന്ന്. എൻ്റെ അപ്പനും കലവറക്കാരനായിരുന്നു. ഞങ്ങൾ പാചകക്കാരാ, പാരമ്പര്യമായിട്ട് പാചകക്കാരാ. എനിക്കറിയാം വീഞ്ഞുണ്ടാക്കുന്നത്. കഴിഞ്ഞ 20-25 വർഷമായിട്ട് കിടന്ന വീഞ്ഞിനെ കുറിച്ചാ ഇത് പറയുന്നത്. ഒരു മിനിറ്റ് ഒന്ന് യേശു ഒന്ന് അവിടെ നിന്നേ എന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ.
അയാളും അതിനെ കോരി കുടിച്ചു രുചിച്ചു നോക്കി. സ്തോത്രം. വേലക്കാര് കൊണ്ടുപോയി വിളമ്പിക്കൊടുത്തു. ഹല്ലേലൂയ. അനുസരണം. ഹല്ലേലൂയ. യേശു സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കി. യേശു വിടുവിച്ചെന്ന് പറഞ്ഞാൽ വിടുവിച്ചു. യേശു ബുദ്ധി പകർന്നു തന്നെന്ന് പറഞ്ഞാൽ ബുദ്ധി പകർന്നു തന്നു. ഹല്ലേലൂയ. ഒരു വീട് പണിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിനുള്ള പണം ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞ ഉണ്ടെന്നേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കുടുംബത്തിനെ യോജിപ്പിച്ചു എന്ന് പറഞ്ഞാൽ യോജിപ്പിച്ചു. യേശു പറയുന്നതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞ്, യേശു പറയുന്നതിനപ്പുറം ഒന്നുമില്ല. സ്തോത്രം. ഇന്ന് യേശു പറയുന്നതിനപ്പുറം നമുക്കൊന്നും വേണ്ട. ഹല്ലേലൂയ. യേശു വന്നിട്ട് അവിടെ അത്ഭുതം ചെയ്ത് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം വിശ്വസിച്ചു. എന്നിട്ട് മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ഹല്ലേലൂയ, അവർക്ക് അന്ന് വിളമ്പിക്കൊടുത്തത് മേൽത്തരമായ വീഞ്ഞ്. ഹല്ലേലൂയ. അതിന്റെ 10-ാം വാക്യം വചനം ഇങ്ങനെ പറയുന്നു, കലവരക്കാരൻ ഇത് രുചിച്ചു നോക്കിയിട്ട് കലവറക്കാരന് തല മന്നിച്ചു പോയി. അയാള് മണവാളനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാ, നിങ്ങൾ എന്തൊരു പരിപാടിയാ ചെയ്തത്? ഏറ്റവും നല്ല വീഞ്ഞ് ഒടുവിലത്തേക്ക് വെച്ചോ. ഇവരൊക്കെ വീഞ്ഞു കുടിച്ച് മത്തരാവുന്നത് വരെയും സൂക്ഷിച്ചു വെച്ചോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കലവറക്കാരന് മനസ്സിലായില്ല. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു ആ മണവാളനും ഒന്നും മനസ്സിലായില്ല. കർത്താവ് ചിലതൊക്കെ പരിഹരിക്കുന്നത് ചെവി അറിയാതെ പരിഹരിക്കുന്നേ, ആരും അറിയാതെ പരിഹരിക്കുന്നേ. ഹല്ലേലൂയ. നമ്മൾ പോലും ചിലത് കുറെ കഴിയുമ്പോഴായിരിക്കും, ചിലപ്പം കണ്ടിട്ടില്ലേ, വേദന 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ഇങ്ങനെ എപ്പോഴേലും ആയിരിക്കും ശ്രദ്ധിക്കുന്നു, അയ്യോ ആ വേദന എവിടെ പോയി, എപ്പം പോയി, എന്ന് പോയി. നമ്മൾ പോലും തപ്പിപ്പോകും അല്ലേ, എപ്പം നേരെയായെന്ന്. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗികളെ കുറിച്ച് ഒരു കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. കുഷ്ഠരോഗികളെ കുറിച്ച് പറയുന്നു, അവര് പോയ വഴിയിൽ യേശു കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് അവരെ വിട്ടയച്ചു. യേശു കർത്താവ് അവരെ പ്രാർത്ഥിച്ച് ആ സമയം അവർക്ക് സൗഖ്യമായി എന്ന് വചനം അവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ വചനം പറയുന്നേ, അവര് പോയ വഴിയിൽ സൗഖ്യമായി. ഹല്ലേലൂയ. നമ്മൾ യേശുവേ യേശുവേ എന്ന് പറഞ്ഞൊരു വിഷയത്തിന്റെ മേൽ വിളിച്ച്, ഹല്ലേലൂയ, നമ്മൾ പോകുന്ന വഴിയില്, ഹല്ലേലൂയ, ചിലപ്പം സൗഖ്യം കിട്ടുന്നേ, വിടുതൽ കിട്ടുന്നേ, അത്ഭുതം കാണുന്നേ. സ്തോത്രം. ഇന്ന് ചില കാര്യങ്ങളൊക്കെ വൈകിയെങ്കിൽ അവിടെ ധൈര്യത്തോടെ നിൽക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവരെ വിളമ്പിക്കൊടുത്തോണ്ടിരുന്നപ്പോഴാ വെള്ളം വീഞ്ഞായിക്കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. ആ കുഷ്ഠരോഗികള് പോയ വഴിയില് അവര് സൗഖ്യമായത്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മള് ജീവിത യാത്രയ്ക്കകത്ത് ക്രിസ്തുവിന്റെ കരം പിടിച്ച് ഈ ജീവിത യാത്രയ്ക്കകത്ത് നടക്കുന്ന വഴിയിലായിരിക്കും പല കാര്യങ്ങളും നേരെയാവുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഒരു ഉറപ്പുണ്ട്, യേശുവിന്റെ കരത്തെ പിടിച്ചിട്ടുണ്ടോ? ഞാൻ തോന്നുന്നു നമ്മൾ പിടിച്ചാൽ നമ്മൾ ഇട്ടേച്ചു പോകും. യേശു നമ്മുടെ കയ്യെ പിടിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. പലതും കാണും, പക്ഷെ യേശുവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാണോ യാത്ര? ഹല്ലേലൂയ. തീർച്ചയായിട്ടും യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? യാത്ര യേശുവിന്റെ കൂടാണോ? യേശു പരിഹരിക്കാൻ മതിയായവനാ. ചിന്തിക്കണം. ഇതായിരിക്കണം ഈ അനാവിലെ കല്യാണ നാളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതായിരിക്കണം ചിന്തിക്കുന്നേ. ആ വീട്ടില് വിളമ്പിയ വീഞ്ഞ്. ഹല്ലേലൂയ. ആ വീട്ടുകാര് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചതല്ല, ഇന്നലെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതല്ല. ആ വീട്ടിലെ ആ മകന്റെ വിവാഹത്തിന് വേണ്ടി അവര് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിച്ചു വെച്ച് വീഞ്ഞ്. അത് ഇരുന്നിരുന്ന് ഫെർമെന്റ് ചെയ്ത് ഏറ്റവും മേൽത്തരമായ വീഞ്ഞ്. എൻ്റെ കർത്താവ് ഒറ്റ നിമിഷം കൊണ്ട് വെള്ളത്തിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ വെള്ളം പറഞ്ഞു, ഹല്ലേലൂയ, ഇന്നിവിടെ വിളമ്പിയത് 20 വർഷം പഴക്കമുള്ള വീഞ്ഞാണെങ്കിൽ ഞാൻ എന്നാൽ 50 വർഷം പഴക്കമുള്ള ആയേക്കാം. ഹല്ലേലൂയ. ഏറ്റവും രുചിയേറിയ വീഞ്ഞായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്തും എൻ്റെ യേശു ഒരു കുടുംബത്തിൽ വന്നാൽ കുടുംബത്തിൽ സമാധാനം കൊടുക്കും. എൻ്റെ യേശു ആ കുടുംബത്തിൽ കിടക്കുന്ന സകല മ്ലേച്ഛതകളെയും എടുത്തു മാറ്റും. നമ്മൾ പോലും അറിയാതെ ഏറ്റവും രുചികരമായ കുടുംബജീവിതങ്ങളാക്കി തരും. ഏത് മേഖലയ്ക്കകത്താണോ നമ്മളിന്ന് സഫർ ചെയ്യുന്നത്, കുടുംബജീവിതമായിരിക്കാം, മക്കളുടെ ജീവിതമായിരിക്കാം, ഏത് വിഷയമാണോ, എൻ്റെ കർത്താവിന് അത്
ഏറ്റവും മേൽത്തരമായത് ആക്കി തീർക്കാൻ സാധിക്കും. ഹല്ലിയ. ഇന്ന് എന്തുവാണോ വിഷയം, ഹല്ലിയ, അതിനെ നോക്കിയിട്ട് പറയണം, എനിക്കറിയാം യോഹന്നാന്റെ സുവിശേഷം ഞാൻ ഈ രണ്ടാം അധ്യായത്തിനെ ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിന്, എൻ്റെ കർത്താവിന് ഏറ്റവും മേൽത്തരമായത് ആക്കി തീർക്കാൻ സാധിക്കും. ഹല്ലിയ. ഒന്ന് ക്ഷണിക്കാമോ കർത്താവിനെ? ക്ഷണിക്കാമെങ്കിൽ കർത്താവ് ഏറ്റവും മേൽത്തരമുള്ളത് ആക്കി തീർക്കും. മറ്റുള്ളവർ പറയും, അയ്യോ ഇത് എന്തൊരു അത്ഭുതം, എവിടെ അത്ഭുതം, എവിടെ നിങ്ങൾ ഇത് സൂക്ഷിച്ചു വെച്ചു എന്ന്. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ഒരു നിമിഷം നമുക്ക് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇന്നത്തെ വചനം ഞങ്ങൾ റിലീസാക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇത് റിലീസാക്കുമ്പം ജീവിതത്തിന്റെ ഓരോ മേഖലകൾക്കകത്തും എവിടേക്കെങ്കിലും ഒക്കെ പഴകിയ വിഷയങ്ങളുണ്ടെങ്കിൽ ചിലപ്പം തകർന്ന കുടുംബ ജീവിതങ്ങളായിരിക്കും, ചില വ്യക്തികളുടെ സ്വഭാവങ്ങളായിരിക്കും, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കും. ഏത് വിഷയം, നാളുകളായിട്ട് അനുഭവിക്കുന്ന വിഷയങ്ങൾക്കകത്തേക്ക് ഇന്ന് കർത്താവെ, ഹല്ലേലൂയ, എന്നെ ക്ഷണിച്ച യേശുവെ ഒന്ന് കടന്നു വരണം കർത്താവെ എൻ്റെ ഈ വിഷയത്തിനകത്ത് എന്ന് ഉറപ്പ് പറഞ്ഞ്, അപ്പ എനിക്കറിയാം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ മേഖലകളൊക്കെ ഏറ്റവും ഭംഗിയുള്ളത് ആയിത്തീരുന്നത്, അല്ലെ ഏറ്റവും നല്ലതായിത്തീരുന്നത്. കർത്താവ് അങ്ങനെ അത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. വേദനകളെയും നിരാശകളെയും മാറ്റുന്നതിനായി സ്തോത്രം. ആരുടെ മുമ്പിൽ പരസ്യക്കോലമാക്കാതെ ഉയർത്തി മാനിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ വിശ്വസ്തതയ്ക്കായി നന്ദി. ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം.